അപ്പോൾ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഓൾട്ടർ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചാണ്. അപ്പോൾ അവർ നേരത്തെ ചിലപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പോഴായിരിക്കും കാണാൻ തുടങ്ങിയിരിക്കണത്. അപ്പോൾ ഓൾട്ടർ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതുപോലെ മുകളിലൊരു കുരിശ്, ഈ 3 സ്പോട്ട് ലൈറ്റ്, പിന്നെ അതേ ഈ ഒരു പ്രാവിൻ്റെ കൊത്തുപണിയുള്ള മരത്തിൻ്റെ തന്നെ ഒരു പീസാണിത്. പിന്നെ ഇങ്ങനെ 2 സ്റ്റാൻഡുകൾ. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെക്കണതാണ്. അപ്പോൾ ഈ കുഞ്ഞ് സ്റ്റാൻഡിൽ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. അപ്പോൾ നമ്മൾ 2 മാലാഖമാരെയാണ് വെച്ചത്. പിന്നെ ഈശോൻ്റെ രൂപം, ഈ താഴെയുള്ള 3 സ്റ്റാൻഡിൽ നടുക്ക് ഈശോൻ്റെ രൂപം, ഇവിടെ മാതാവിൻ്റെത്, പിന്നെ ഔസപിതാവിൻ്റെ രൂപം, ഇങ്ങനെയാണ് നമ്മൾ വെച്ചത്. പിന്നെ അത് ബൈബിൾ വെക്കാനുള്ള ഒരു സ്പേസ്, പിന്നെ നമ്മൾ തിരി വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഏതായാലും നമുക്ക് ഇതിൽ തിരി കത്തിക്കാൻ, ഇത് ഇലക്ട്രോണിക് തിരിയാണ് വെച്ചേക്കണത്. കാരണം ഇതൊക്കെ തീ പിടിക്കും, കറ പിടിക്കും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രോണിക് തിരിയാണ് വെച്ചേക്കണത്. പിന്നെ ദേ ഇതുപോലെ ഇവിടെ ഒരു അഴി പോലെ ഉണ്ട് അവിടെ. ഞാനിത് ക്രിസ്മസ് ടൈമിലെടുത്ത് വെച്ചതാണ്. പിന്നെ അത് മാറ്റിയില്ല, അങ്ങനെ തന്നെ ഇരിക്കണേ. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഒരു ഭംഗിയുള്ളതുകൊണ്ട് പിന്നെ ഇത് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഡ്രോയർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥന സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ തിരികളാണ് കേട്ടോ. ആവശ്യ സമയത്ത് കത്തിക്കാൻ ഇതൊരു തിരി. പിന്നെ ഈ ഒരു തിരിയുടെ സ്റ്റാൻഡ്, ഗ്ലാസിൻ്റെ, അങ്ങനത്തെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചേക്കണത്. ഇത് ഹോളി വാട്ടർ. പിന്നെ ഈ ഒരു ഇതിന് ബാറ്ററി നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രെയറിന് വെക്കുന്ന എല്ലാവരുടെ കൊന്തകൾ, ഞങ്ങളുടെ എല്ലാവരുടെയും കൊന്തകൾ, ഇത് പപ്പട കൊന്ത ഇത്. പിന്നെ ബുക്കുകൾ, നമ്മൾ ജപമാല ചൊല്ലണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചേക്കണത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇത് നമ്മൾ ബ്ലസ് ചെയ്യാത്തൊരു, വെറുതെ ഇങ്ങനെ ഒരു കാഴ്ച ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. യേശുവും ശിഷ്യന്മാരും കൂടിയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം. ഇത് എത്രയോ 3500 രൂപയോ അങ്ങനെ എത്രയോ ആയിരുന്നു ഇതിൻ്റെ വില. കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല, വിലയുണ്ട് ഒരുവിധം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങളാണ് എന്തെങ്കിലുമൊക്കെ വെക്കാം. പക്ഷേ നമ്മൾ ഫ്ലവർ വൈസാണ് വെച്ചത് 2 എണ്ണം. അപ്പോൾ അതിൻ്റെ അടിയിലും ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഇതിൻ്റെ അടിയിലും സ്പോട്ട് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഈ സൈഡിൽ ചുറ്റും നമുക്ക് ആ ഒരു സ്ട്രിപ്പ് പോലെയുള്ള ലൈറ്റില്ലേ, LED ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇനി വിലയുടെ കാര്യം ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ സൈഡിൽ വില എഴുതിയിട്ടത് ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം അത് പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു പാട് വീഴും. ഇതിൻ്റെ വില എത്രയാണ്? 23,250 രൂപയാണ് ഈ സ്റ്റാൻഡിൻ്റെ മാത്രം വില. പിന്നെ നമ്മൾ ഈ രൂപമൊക്കെ മേടിച്ചത് ഏകദേശം ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം 10,000-ന് മുകളിൽ ആയിട്ടുണ്ട്. രൂപങ്ങൾ, ഇതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി മേടിച്ചത്. അപ്പോൾ അത്രയും രൂപയാണ് ഈ ഒരു രൂപക്കൂടിന് ചിലവായേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ രൂപക്കൂട്, ഇതാണ്, ഇങ്ങനെ ഇരിക്കും. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. പഴയ ചോറൊന്നും ചൂടാക്കാനുണ്ടായിരുന്നില്ല. തലേദിവസം വെള്ളിയാഴ്ച നമ്മൾ രാത്രി ചോറെല്ലാം തീർത്ത്, കറികളും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, ഒന്നും തന്നെ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വെക്കണേണ്. കാരണം നമ്മൾക്ക് പഴയ ചോറുണ്ടെന്നുണ്ടെങ്കിൽ സാവധാനം ഞാൻ ചോറ് വെക്കുള്ളൂ. കാരണം ആർക്കെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ തലേദിവസത്തെ ചോറ് ചൂടാക്കി വെച്ചതെടുത്ത് കൊടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞാൽ കൊടുക്കാനില്ല. അതുകൊണ്ട് വേഗം തന്നെ ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ അത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വാർത്തിടാം. അപ്പോൾ ഏകദേശം ഒരു 10-10:30 നമുക്ക് ചോറ് വാർത്തിടാം. അപ്പോൾ ചോറ് വാർത്ത് നേരത്തെ ഇട്ടില്ലെന്നുണ്ടെങ്കിലില്ലേ, നമ്മൾ വിളമ്പണ സമയത്ത് ഭയങ്കര ആവി വറക്കണ ചൂടായിരിക്കുള്ളൂ ചോറിന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നേരത്തെ തന്നെ ചോറൊക്കെ വെച്ചത് കേട്ടോ. കാരണം പപ്പക്ക് ഏറ്റവും ആദ്യം കൊടുക്കുന്ന പപ്പക്കാണ്. പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല ചൂട്, ഭയങ്കര ചൂട് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഈ തലേദിവസത്തെ ചോറാണ് കൂടുതലും പപ്പക്ക് കൊടുക്കണം. അപ്പോൾ അത് കാലത്തെ ചൂടാക്കി മാറ്റി വെച്ചേക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും.
അപ്പം ഇല്ലേ നമ്മുടെ ബീഫ് ഓർഡർ ചെയ്തത് വന്ന് അതോട് കൂടിയിട്ട് പപ്പ അത് ബീഫ് കൊണ്ടുവന്ന് വന്നു കേട്ടോ. അപ്പോൾ പപ്പ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് നമ്മുടെ മട്ട അരിയും പിന്നെ 2 പാക്കറ്റ് ഗോതമ്പ് പൊടിയും മേടിച്ചിട്ട് വന്നിട്ട്, അപ്പോൾ കുറേ അധികം ദിവസമായിട്ട് ഞാൻ പറഞ്ഞതാണ് കുറച്ച് അരി മേടിച്ചിട്ട് വന്നു. നമ്മളുടെ പുറത്തുള്ള ഡോഗുകൾക്കൊക്കെ കുറച്ചധികം നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, അപ്പോൾ അരി മേടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം ദിവസം പറഞ്ഞ് ഇപ്പോഴാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പം അങ്ങനെ അരി കിട്ടിയിട്ടുണ്ട്, ഒരു 6 കിലോ അരി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇനി പെട്ടെന്ന് വേഗം അരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നണം, എനിക്കറിയില്ല, ഇനി വെച്ച് നോക്കിയിട്ടില്ല, വെച്ച് നോക്കണം. അപ്പോൾ ഇന്ന് റിച്ചാർഡിന് ഫ്രൈഡ് റൈസാണ്, അപ്പോൾ അതിൻ്റെ അരിയാണ് ഇപ്പോൾ ഞാൻ അളന്ന് എടുത്തിട്ട് ഇത് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ട് കേട്ടോ. വൈറ്റ് സെല്ല റൈസാണ്, അത് ഇത്തിരി കുതിർത്തില്ലെന്നുണ്ടെങ്കിൽ ഹാർഡായി പോകും. അപ്പോൾ അത് കുതിർക്കാനിട്ടതാണ് കേട്ടോ. പിന്നെ ബീഫൊക്കെ ഒന്ന് തൂക്കി നോക്കി, എപ്പോഴും തൂക്കത്തേലും കുറച്ച് മുമ്പിലങ്ങനെ നിൽക്കുന്ന രീതിക്കായിരിക്കുള്ളൂ കേട്ടോ, ഒരിക്കലും കുറഞ്ഞ തൂക്കത്തിലേക്ക് ഒന്നും തരാറില്ല. ബീഫിൻ്റെ വില അനുസരിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ തൂക്കം കുറച്ചിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ബീഫിന് ഭയങ്കര വിലയല്ലേ, ഇപ്പോൾ 2 കിലോ 760 രൂപയാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും തൂക്കം കുറച്ച് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തൂക്കാനുള്ള സൗകര്യങ്ങളില്ലെന്നുണ്ടെങ്കിൽ അതറിയില്ലല്ലോ, കുറച്ചാണ് ഇട്ടേക്കണം. ഒരു 100 ഗ്രാം മാറ്റിയാൽ പോലും അവർക്ക് 10 പേരുടെ കയ്യിൽ നിന്നാകുമ്പോൾ 1 കിലോ ലാഭം കിട്ടൂല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കച്ചവടം നടത്തുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഇവർ വളരെ മാന്യമായിട്ടുള്ള തൂക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് എത്തിച്ചേരുമല്ലോ, അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 1 കിലോ എടുത്ത് ഫ്രീസറിലേക്ക് മാറ്റി. പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കേട്ടോ. അതിനകത്ത് നിന്ന് കുറച്ച് റൂബിക്കാണ് ആദ്യം അവിടെ വേവിക്കാൻ വെച്ചേക്കണത്. റൂബിയുടേത് പിന്നെ പുറത്തുള്ള ഡോഗ്സിന് വേണ്ടിയിട്ട് ആ നെയ്യിൻ്റെ 2 പീസ് ഞാൻ കഴിച്ചില്ലേ, അതൊക്കെ ആ കൂട്ടത്തിലിട്ടിട്ട് ഞാൻ അത് വേവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത്തിരി ചിക്കൻ്റെത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, അതും കൂടി ചേർത്തിട്ട് പുറത്ത് ഡോഗ്സിന് കൊടുക്കാം. റൂബിക്കിന്ന് ബീഫ് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ സാധാരണ ബീഫിൽ കുറച്ചിങ്ങനെ പാടയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കട്ട് ചെയ്തൊക്കെ നമ്മൾ മാറ്റുമല്ലോ. ഇത് ഒരു വേസ്റ്റും ഇല്ലാത്ത ബീഫായിരുന്നു, അതുകൊണ്ട് തന്നെ പുറത്തെ ഡോഗ്സിന് കൊടുക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്. എങ്കിലും അവർക്ക് ഇതിൻ്റെ ഒരു സൂപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് ചിക്കൻ തീർന്നിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ബീഫും ചിക്കനും ഒക്കെ ഒന്നിച്ച് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് എടുത്ത് വെക്കാനും വേവിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചത്. പിറ്റേ ദിവസം ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫും വേവിക്കാനായിട്ട് 2 കുക്കറിലായിട്ട് റൂബിയുടേതും നമ്മളുടേതൊക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ഏറ്റവും ശക്തമായ മഴയുള്ള ദിവസം ആയതുകൊണ്ട് ഇന്നത്തെ മഴ കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. വെള്ളപ്പൊക്കം വരുക എന്നുള്ളൊരു പേടി തോന്നിപ്പോയി. അത്ര മഴയായിരുന്നു. ഞങ്ങളുടെ ഇവിടെ അധികം വെള്ളമൊന്നും കയറാത്ത വഴികളാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വഴിയും പുഴ പോലെ ആയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇല്ലേ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരുന്നു വെച്ച്. അപ്പോൾ എല്ലാം പുഴ പോലെ കിടക്കണേണ്. കടകളൊക്കെ നേരത്തെ അടച്ച്, കാരണം ആരും ചെല്ലുന്നില്ല, ഇത്രയും വെള്ളം പൊങ്ങിക്കിടക്കണോണ്ടേ ആളുകൾ ആ വഴിയിലൂടെ പോകുന്നില്ല അങ്ങനെയൊക്കെ. അപ്പം നമ്മളുടെ ഈ വഴികളിലൊന്നും അങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലത്താണ് നമ്മളുടെ വീടുള്ളത്. അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളം പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാനില്ലേ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിയണം. അപ്പോൾ ഇത്തിരി ബീൻസ് അരിഞ്ഞത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പിന്നെ ഒരു ക്യാരറ്റ് മാത്രം എടുത്ത് അരിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് റൈസ് ഒന്ന് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കലത്തിൽ ചോറ് വെച്ച് പോയില്ലേ, അപ്പോൾ ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ കലത്തിൽ തന്നെ ഇപ്പോൾ ബിരിയാണി റൈസ് ആയാലും വേവിച്ചിട്ട് വാർത്തിടുക ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ കലം ഒഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഉണ്ട് സ്റ്റീലിൻ്റെ കലമുണ്ട്, ഞാൻ അതൊന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടും എനിക്കൊരു മടിയാണ് സ്റ്റീലിൻ്റെ കലമൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പാത്രത്തിൽ അങ്ങനെ റൈസ് വേവിച്ചിട്ട് കോരി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ഞാനൊന്ന് ചതച്ചെടുക്കണേണ് ഫ്രൈഡ് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തിരി പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ച്, പിന്നെ നമ്മളെ പച്ചക്കറി ക്യാബേജ് ഉണ്ടായിരുന്നില്ല, ക്യാബേജ് നമ്മൾ തോരനൊക്കെ വെച്ച് തീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാബേജ് ഒഴികെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട മഴയുടെ ശക്തി കണ്ട, ഭയങ്കരമായ മഴയാണ്, നിന്ന് പെയ്തുകൊണ്ടിരിക്കണമായിരുന്നു, അത്ര ശക്തിയായ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ റയൻ ഇന്ന് പോയിട്ടാണെന്നുണ്ടെങ്കിൽ റയൻ്റെ അവിടെ ബോട്ടിലുള്ള പരിപാടികളായിരുന്നു. ബോട്ടിൽ അവരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കലും അങ്ങനെ കുറേ എന്തോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർ യാത്ര ചെയ്താണ് ഇന്നലത്തെ ഇങ്ങനെ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ മഴയത്തായിരുന്നു ആ ബോട്ട് യാത്രയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ
ഞാൻ മഴ ഇടയ്ക്ക് ചെന്ന് നോക്കി അതൊക്കെ ഒന്ന് കണ്ട്. കാരണം അത്രയും ആർത്തലച്ച് പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജനലിൽ കൂടിയും കാറ്റ്, ഭയങ്കര കാറ്റ് കയറുന്നുണ്ട്. അതുപോലെ വാതിലിൽ കൂടിയും ഒക്കെ ഭയങ്കര കാറ്റ്. ഇടയ്ക്ക് ഞാൻ വാതിലൊക്കെ അടച്ചിട്ട്, കാരണം നമ്മുടെ ഫ്ലെയിമൊക്കെ കിടന്ന് പാറിക്കളിക്കണം, ഭയങ്കരമായിട്ട് കത്തണം അങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇല്ലേ നമ്മുടെ ഈ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ബീഫ് അപ്പോൾ വെന്തവിടെ ഇരിക്കുന്നുണ്ട്, അതിന് വെള്ളം പറ്റിക്കാനായിട്ട് കുക്കറിൽ ഞാൻ അത് ബീഫ് ഇങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടേക്കണേ. എന്നിട്ട് ഇനിയിപ്പം നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതാണ് ഇനി ഇതിനകത്തിട്ട് വഴറ്റി കളറ് മാറിക്കഴിയുമ്പോഴാണ് ഈ ബീഫ് ഇട്ടിട്ട് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പല രീതിയിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ അകത്തുള്ള മസാലകളെല്ലാം ബീഫിൽ പിടിച്ചിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ വേറെ മസാലകൾ ഇനി നമ്മൾ ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റുമ്പോൾ ചേർക്കണ്ട. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇട്ടിട്ട് പിന്നെ അതിനെ നല്ലതായിട്ട് തന്നെ ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പച്ച സവാളയും വേപ്പിലയിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യുക, മൂടി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ്. അപ്പോൾ ഞാനിത് വൈകുന്നേരം റയൻ വരുമ്പോഴത്തേക്കുവേ, റയൻ വിശന്നായിരിക്കുള്ളൂ വരണതേ. അപ്പോൾ അതുകൊണ്ടാണ് റയൻ ഇഷ്ടമുള്ള ആ ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചത്. ഷാജി ഇന്ന് മീൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേദിവസം മീൻ കൊണ്ടുവന്നു, ഫ്രൈഡേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കിഷ്ടമില്ലാത്ത മീനായിരുന്നു, കേരയൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഞാനത് എടുത്തില്ല. അപ്പോൾ പറഞ്ഞ് ശനിയാഴ്ച കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞെങ്കിലും ആൾ വന്നില്ല. ഇത്തരം മഴയത്തൊന്നും അവർക്ക് മീൻ എടുക്കാനൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ബീഫ് മേടിച്ചതല്ല, എന്നുണ്ടെങ്കിൽ മീനും തന്നെ മേടിച്ചാൽ. അപ്പോൾ ഞാനില്ലേ സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റി, പിന്നെ അതിൻ്റെ ആ ബൾബ് വശവും പ്രത്യേകം മാറ്റി ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്, എല്ലാം കൂടി ഒന്നിച്ചാക്കാതെ. പിന്നെ ഒരു ഇത്തിരി ക്യാപ്സിക്കവും കൂടി നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അതും കൂടി ചെയ്ത്. അപ്പോൾ ബീഫ് റോസ്റ്റ് ആദ്യം ചെയ്തിട്ട് ഇനി ഇത് പപ്പയ്ക്ക് അങ്ങോട്ട് ചോറ് കൊടുക്കണം. അതുകൊണ്ടാണ് ബീഫ് റോസ്റ്റ് വേഗം തന്നെ ചെയ്ത് മാറ്റിയത്. പിന്നെ ഇനി ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വെന്തിരിക്കണമല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ പച്ചക്കറി ഒന്നും അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞു വെച്ചേക്കണമല്ലേ, പിന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആദ്യം ഇത്തിരി ബ്രാൻ ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ആക്കിയതിന് ശേഷം പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പതിയൊന്ന് ആയതിന് ശേഷം ഈ ചില്ലി സോസും സോയാ സോസും ഇതിനകത്തേക്ക് കുറച്ച് ഒഴിക്കണം. അപ്പോൾ ഇല്ലേ നമ്മൾ സവാള എടുത്തിട്ടില്ല, കാരണം സ്പ്രിംഗ് ഒണിയൻ്റെ ഈ ബൾബ് ഉള്ളതുകൊണ്ട് അത് ഉള്ളിയല്ലേ, അപ്പോൾ അത് ആണ് ഇട്ടേക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സവാളയാണ് ഇട്ടുന്നത്. ഒരിത്തിരി സവാള അരിഞ്ഞിടും. അപ്പോൾ സവാളക്ക് പകരം ഈ ബൾബ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഈ 2 ചിക്കൻ ക്യൂബ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ട് കുറച്ച് അരിഞ്ഞതൊക്കെ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പച്ചക്ക് ഇട്ട് കൊടുക്കണം, വേവിക്കാതെ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ക്യാപ്സിക്കം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വെന്ത് പോവും. പിന്നെ അതേ സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ടും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് സോസുകളും കൂടി ഇടണം. അപ്പോൾ ആ സമയത്ത് പപ്പക്ക് ഫുഡ് കൊടുക്കാനുള്ള നേടി, കാരണം അത് ഓഫ് ചെയ്ത് അതിൻ്റെ ആ പച്ച സവാള ഒന്ന് വാടാൻ വേണ്ടി ഇരിക്കണേ. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ അതിനകത്ത് നാവി വരണുണ്ട്, എങ്കിലും പപ്പക്ക് കൊടുക്കാൻ ടൈം ആയതുകൊണ്ട് ഞാനതെടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു അവിയൽ വെക്കാനായിട്ട് സാമ്പാറിൻ്റെ പീസ് 1 കിലോ മേടിച്ചത് അവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവിയലും കൂടി ചേർത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. വേറെ കറികൾ മീൻ കറി ഉണ്ടെങ്കിൽ ഞാനത് റയന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണേ, കാരണം ഉച്ചയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊന്നുമില്ല. റയൻ വരുമ്പോഴത്തേക്കും അവനാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് റയന് വേണ്ടി മീൻ കറി എടുത്ത് വെച്ചതുകൊണ്ട് പപ്പക്ക് ഞാൻ എടുത്ത് കൊടുത്തില്ല. അതിനൊരു മോരിയാറുണ്ടായിരുന്നു, അതും ബീഫ് റോസ്റ്റും കൂടി പപ്പക്ക് കൊടുത്തു. അപ്പോൾ പപ്പക്ക് എടുത്ത് കൊടുത്തതിന് ശേഷം വേഗം നമ്മൾ വെജിറ്റബിൾ വഴറ്റിയതിൻ്റെ അകത്തേക്ക് സോയാ സോസും ചില്ലി സോസും ഒഴിച്ച് പിന്നെ റൈസും ഇട്ടിട്ടൊന്ന് മറിച്ച് പിന്നെ ഇത്തിരി വിനാഗിരിയും പഞ്ചസാരയും വളരെ കുറച്ച് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത്തിരി കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഒണിയനും ചേർത്തിട്ടാണ് ഇപ്പോൾ ഇളക്കണത്. അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ടിട്ടിട്ട് അത് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചോറ് വേണ്ട, ഈ റൈസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ റിച്ചാർഡ് ബീഫ് കഴിക്കില്ല, ഇവിടെ ചിക്കനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പനീറിൻ്റെ ഒരു കറിയും പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ അങ്ങനെ വെജിറ്റബിൾ ആണ് എടുത്തേക്കണത്. അപ്പോൾ അതും 2 നേരത്തേക്ക് റിച്ചാർഡിന് അതും മതി.
അപ്പം അങ്ങനെ ഫ്രൈഡ് റൈസാണ് റോജറും കഴിച്ചത്. ഞാൻ ദേ ചോറും ബീഫൊക്കെ എടുത്ത്. അപ്പോൾ എനിക്ക് വെജിറ്റബിൾസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ഞാനത് അവിയൽ കഴിക്കാമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടുകൂടി നിൽക്കുന്നത്. കാരണം എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് അവിയൽ വെക്കണമെന്ന് വെച്ചിട്ട് അത് നടന്നതുമില്ല. അപ്പോൾ ഇത് റൂബിക്കുള്ള ചിക്കൻ കൊച്ചിനെ നോക്കിയിരിക്കണേ വേഗം തിന്നെ പോയിട്ട് ഇതെന്താ ഇടയ്ക്കെന്താ ഇത് ഇതിൻ്റെ അടിയിൽ കൂടി നോക്കണമായിരുന്നു അങ്ങോട്ട് എല്ലാം ഉണ്ടോ അടിയിൽ അങ്ങട് ഇവിടെയാണ് ഇവിടെ കല്ലാണല്ലേ കല്ലേ പോകല്ലേ കല്ലുപോലെ ഇങ്ങനെ ഇതെല്ലായിടത്തും ഞാൻ പുറത്താ നിന്റെ അനിയന്മാരും ചേച്ചിമാരൊക്കെ അവിടെ ഇപ്പണ്ട് കൊടുക്കും. തത്തമ്മോ എന്താണ് പിന്നെ ഇത് പോകുക കൊച്ചിന് കൊടുക്കടാ. കൊച്ചിനെ എന്താണ് സാധനം ഒന്നും അങ്ങനെ മനസ്സിലായിട്ടില്ലല്ലോ. ബീഫല്ലേ, ബീഫ് കൊച്ചിന് ഇഷ്ടോടാ. കൊച്ചു തിന്നാൻ പോണടാ. കൊച്ചിന് മൂക്കത്ത് തൊടിക്കല്ലേടാ. കൊച്ചിനൊരു സ്പേസ് ഇട്ട് കൊടുക്ക്. കണ്ണിട്ട് കൊള്ളു. ബീഫ് കൊടുത്തിട്ട് കാണിക്കണമെങ്കിൽ ചാടി പോകാൻ പോകുവാള് വിടത്തില്ലേ. ഗതി കെട്ടത് ഇന്ന് തുപ്പിട്ടേ ഇല്ലടാ വായിന്ന് പോയതാടാ കുഞ്ഞിൻ്റെ. എന്തൊരു മഴയാണ് തന്നെ പെയ്ത് കൂട്ടിയത്. സൈഡിൽ നിന്നൊക്കെ നോക്കിട്ട് തിന്നണം. സ്റ്റാർട്ടിങ് ട്രബിൾ മാറിയിട്ടുണ്ട്. മഴ ഇപ്പോഴാണെന്ന് ഒതുങ്ങിയിട്ടൊന്നുമില്ല. അടുത്ത മഴക്ക് നിൽക്കണേ. കാലം ചെറുതായി കിടന്നുറങ്ങും ഇപ്പം. പിന്നെ ഞാൻ അത്യാവശ്യം കിച്ചണിൽ കഴിച്ച പാത്രങ്ങളൊക്കെ മാത്രമേ കഴുകുകയുള്ളൂ. കാരണം എനിക്ക് വൈകുന്നേരം വീണ്ടും പണിയുണ്ട്. നമ്മുടെ അവിയൽ എന്തായാലും ഉണ്ടാക്കണം. കാരണം ഇത് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിരുന്ന് കേടായിപ്പോവും. എന്തായാലും ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഇടാൻ വന്ന്. അപ്പോൾ ഇത് ചായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിയലിൻ്റെ കാര്യത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പഴം തന്നെ ഉള്ളത്. അപ്പോൾ പഴമൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഒരു പച്ച ആപ്പിൾ അതിനകത്ത് റയൻ്റെ ഒരെണ്ണം എടുത്ത് ഞാനും കഴിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഒരു ആപ്പിൾ കൂടിയിട്ടുള്ള. അപ്പോൾ ഇനി അടുത്ത ആപ്പിൾ മേടിക്കണം. ഒരു ആപ്പിൾ ഉണ്ട് അതിനകത്ത്. അത് റയൻ വരുമ്പോൾ കഴിക്കട്ടെ ഒരെണ്ണം ഞാനും കഴിച്ച്. അപ്പോൾ അങ്ങനെ പഴം മറ്റുള്ളവർക്കൊക്കെ എടുത്ത് കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഇത്തിരി നേരം ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മണി 6:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അവിയലിൻ്റെ പീസസ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ കുറച്ച് സാമ്പാറിന് വേണ്ടിയിട്ടും കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച്. കാരണം അവിയലാണ് എനിക്ക് കഴിക്കണമെന്നുള്ളൊരു തോന്നൽ. സാമ്പാർ നമ്മളെപ്പോഴും ഉണ്ടാക്കണതാണ്, എല്ലാവരും കഴിക്കണതുമാണ്. അവിയലാണ് ആർക്കും വേണ്ടാത്തൊരു സാധനം. അതുകൊണ്ട് തന്നെ എനിക്കും കഴിക്കാൻ പറ്റാതെ ഞാൻ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും അവിയൽ ഉണ്ടാക്കി കുറച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ എരിവെള്ളം, മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ച്. അപ്പോൾ എൻ്റെ അവിയലുണ്ടാക്കൽ എനിക്കത്ര പെർഫെക്റ്റായിട്ടും ഒരു ഇഷ്ടപ്പെട്ടും ഒന്നും എപ്പോഴും കിട്ടാറില്ല. ചില സമയത്ത് നല്ല കറക്റ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇന്നത്തേത് ഞാൻ ഇങ്ങനെ മടിയോടുകൂടി ചെയ്തതാണ്. എങ്കിലും ചെയ്യാതെ നിവർത്തിയില്ലല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചെയ്യാനുള്ള യാതൊരു മൂഡും ഉണ്ടാകുന്നില്ല. എനിക്കിങ്ങനെ സന്ധ്യ നേരത്തേക്ക് ഒന്ന് ചെയ്യാനായിട്ടൊരു മടിയാണ്. എങ്കിലും മനസ്സോടെ ചെയ്യണി കാണുന്നത്. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളി ഇല്ലാഞ്ഞുകൊണ്ട് സവാള പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്,
വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചില സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാതെ ചെയ്യും. അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നു. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ആ തേങ്ങയുടെ അകത്ത്. എന്നിട്ട് ആ തേങ്ങ ഇതിനകത്തേക്ക് ഇത്തിരി വേപ്പിലയും എല്ലാം കൂടി ചേർത്തിട്ട് ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കൂടി വേവിച്ച്, എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി തൈരും കൂടി ചേർത്ത് ഒന്ന് ആക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ടേസ്റ്റൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷേ അവിയലായാൽ മതി, അങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ പല രീതിയിൽ കേരളത്തിൻ്റെ പല ഡിസ്ട്രിക്റ്റുകളിലും ഓരോ രീതിയാണ് ഉണ്ടാക്കണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആ നാട്ടിലുള്ളവർ പറയും, അയ്യോ ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യണത് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പല രീതിയിലാണ്. അപ്പോൾ എൻ്റെ അവിയൽ ഏതായാലും അത്ര നല്ലൊരു അവിയലെന്നൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പച്ചക്കറികൾ ഉണ്ടാക്കുന്നത് വലിയ ഒരു നമുക്കത് ചെയ്ത് ശീലമില്ല. ഇവിടെ നമ്മളുടെ വീട്ടിലങ്ങനെ ആരും ഇങ്ങനെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോൺ ചെയ്താണ് ശീലം. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ എൻ്റെ ഈ ഒരു അവിയലിനുണ്ടാവും കേട്ടോ. എങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവിയലെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ഒരു അവിയൽ ലുക്ക് ഉണ്ടായാൽ മതി. പിന്നെ നല്ല ടേസ്റ്റുള്ള അവിയലൊക്കെ കിട്ടിയാൽ സന്തോഷം, പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഏതായാലും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് സംഭവം തീ ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ കുറേ പണിയുണ്ട്. അടുക്കള ഒതുക്കിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ പാത്രത്തിൽ നിന്ന് മാറ്റി ആ വലിയ പാത്രങ്ങൾ കഴുകി വെക്കണം. ബീഫ് റോസ്റ്റൊക്കെ മാറ്റി അതൊക്കെ കഴുകി വെക്കണം. അപ്പോൾ പപ്പതേ ഈ മഴയത്തൊരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. പപ്പക്കല്ല, റോജറിന് പിറ്റേ ദിവസം, അതായത് സൺഡേ രാവിലെ എക്സാമിന് പോകാനുള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റോജർ മുടി വെട്ടിക്കാനൊക്കെ പോയിട്ട് വന്നതാണ്. മുടിയൊക്കെ വെട്ടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ കാറും കൊണ്ടാണ് പോയത്. ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് അതിൻ്റെ വൈപ്പർ ചെറിയ കേട് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നാളെ കോട്ടയം വരെ എന്തോ പോകണം, അവിടെയാണ് സെൻറ്റർ. അപ്പോൾ വൈപ്പർ മാറ്റണമെന്ന് പറഞ്ഞത് പപ്പ വണ്ടിയും കൊണ്ട് പോയി വൈപ്പർ മാറ്റിയിട്ടും കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റുന്നതിന് പപ്പനെ തന്നെ ഞങ്ങൾ വിടാറ്. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ പറയും അതങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ വേണമായിരുന്നു ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് പപ്പ തന്നെ കൊണ്ടുപോയി. പപ്പ പറഞ്ഞ് ഭയങ്കര മഴയായിട്ട് എല്ലാ കടകളും പൂട്ടിപ്പോയിട്ട് തോമ്പടി പോകേണ്ടി വന്ന്, എല്ലായിടത്തും വെള്ളം പൊങ്ങിയേക്കണേണ്. തോമ്പടി പോയിട്ടാണ് വൈപ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ റയൻ കൊച്ചും വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം റയന് വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിട്ടാണ് പറഞ്ഞത്. അവിടെ ചായയും കടിയൊക്കെ ഉണ്ട്, അതൊന്നും ആൾ കഴിക്കൂല. അവിടെ നിന്ന് ഉച്ചക്കത്തെ ചോറ് മാത്രം കഴിക്കുള്ളൂ. കാലത്തെ ചായയും കടിയും കഴിക്കൂല, വൈകുന്നേരത്തെ ചായയും കടിയും കഴിക്കൂല. അപ്പോൾ അങ്ങനെയാണ് റയൻ. അപ്പോൾ അങ്ങനെ ചോറ് മാത്രമല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ ഈ ബസ്സിൽ ഇടിയും കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും. അങ്ങനെ വേഗം വന്നിട്ട് ആൾ ഭക്ഷണം കഴിക്കാനിരിക്കണേന് കേട്ടോ. അപ്പോൾ ഞങ്ങളാരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ആദ്യം റയനാണ് കഴിച്ചേക്കണത്. അപ്പോൾ റോജറും റിച്ചാർഡും കൂടി അവിടെ ഇരുന്നിട്ട് പ്ലേ സ്റ്റേഷൻ, അതായത് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ പ്ലേ സ്റ്റേഷൻ ഒരിക്കലും മേടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മേടിക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം പ്ലേ സ്റ്റേഷനുള്ള വീടുകളിലൊക്കെ വലിയ ശല്യമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇത്രയും പ്രായമായിട്ട് ഇവർക്ക് പ്ലേ സ്റ്റേഷൻ വേണം എന്നുള്ള ഇപ്പോഴും ഒരു ആഗ്രഹം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ 3 ആളും പറഞ്ഞേക്കണത്, മമ്മി ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് പ്ലേ സ്റ്റേഷൻ സെറ്റാക്കി തന്നിട്ടില്ല, ഇത് ചെറിയ കുട്ടികൾ കളിക്കുന്ന കളി മാത്രമല്ല എല്ലാവരും കളിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ പ്ലേ സ്റ്റേഷൻ സെറ്റാക്കും. മുകളിൽ പുതിയ ടിവിയും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വേണം പ്ലേ സ്റ്റേഷൻ സെറ്റാക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. അവർ എല്ലാവരും ജോലിക്കാരൊക്കെ സ്ഥിതിക്ക് പിന്നെ ഇനി അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ദേ ഞാൻ നമ്മുടെ ഇപ്പോഴാണ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുതിയ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഈ പുതിയ ഗ്യാസ് സ്റ്റൗ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസമൊന്നും ഒരു കുഴപ്പമില്ലാതെ തന്നെയാണ് ഏത് ഗ്യാസ് സ്റ്റൗ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. കുറേ ദിവസം കഴിയാൻ നേരത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ആദ്യം വെച്ച ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാസ് സ്റ്റൗ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ബർണറുകൾ എല്ലാം അലോയ് ബർണറുകളായതുകൊണ്ട് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അത് തുരുമ്പിച്ച് നാശമായി. പിന്നെ പപ്പ അത് കൊണ്ടുപോയിട്ട് വെൽഡേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പീസുകളൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ ക്രാക്കൊക്കെ വീണ് അങ്ങനെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ബർണറുകൾ കുറേ ഇങ്ങനെ ക്രാക്ക് വീണ് കഴിഞ്ഞ് പിന്നെ വെൽഡേജ് ഉപയോഗിച്ച് അതും കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഗതി കെട്ടിട്ടാണ് അടുത്തത് കാഫിൻ്റെ മേടിച്ചത് കേട്ടോ. കാഫിൻ്റെ മേടിച്ച് കഴിഞ്ഞ് അത് വെച്ച് നല്ലതുപോലെ തന്നെ കത്തണുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ കത്തിക്കൊണ്ടിരിക്കലേ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കത്താതെയായി ബർണറുകൾ മിന്നിങ് പോലെ ഇങ്ങനെ മിന്നി കത്താൻ തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഉള്ളിൽ എപ്പോഴും ബ്ലോക്ക് വരും. അത് നമ്മൾ തിളച്ച് തൂവി പോകുന്ന ഒരു ബ്ലോക്കല്ല കേട്ടോ. ഉള്ളിൽ ഗ്യാസ്
ബ്രാസിൻ്റെ അകത്ത് നിന്ന് കരട് കയറിയിട്ട് ഉള്ളിൽ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് ടെക്നീഷ്യൻ വന്ന് തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളായി. പിന്നെയാണ് നമ്മൾ അത് തുരുമ്പിച്ച് നാശമായി. അതെല്ലാം ഇപ്പോൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ അത് നശിച്ച് കഴിഞ്ഞ് തുരുമ്പിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്രാസിൻ്റെ അത് എടുത്തത്. അപ്പോൾ ബ്രാസിൻ്റെ ഗ്യാസ് സ്റ്റവ് എല്ലാം ഭയങ്കര വിലയാണ്. അതും ഹോബിന് ഇരട്ടി വില വരും കേട്ടോ. സാധാരണ നമ്മൾ ലെഗിൽ വെക്കുന്ന ഗ്യാസ് സ്റ്റവിന് വില കുറവാണ്. അപ്പോൾ ഇതൊന്നും കൂടുതൽ ആളുകൾക്ക് അറിയില്ലാത്ത കാര്യമാണ്. സ്റ്റവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെയാണല്ല എങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിലയാണ്. അതുപോലെ ഈ ഹോബിനും ഇരട്ടി വില വരും. സാധാരണ ബ്രാസിൻ്റെ ഒരു ലെഗിൻ്റെ സ്റ്റവ് ആണെങ്കിൽ ഇതിൻ്റെ പകുതി വില വരുള്ളൂ. അപ്പോൾ അങ്ങനെ വിലക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളെടുത്തേക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പോലത്തെ തന്നെ ഒരു മോഡലാണ്, ബ്രാസിൻ്റെ ആണെന്ന് മാത്രം. ഇപ്പോൾ ഏതായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്ന് ഉണ്ടാകുന്ന അറിയുള്ളൂ. പിന്നെ നമ്മളുടെ സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ജോലികളൊക്കെ ഏകദേശം തീർത്ത് ഊണെടുത്ത് റോജറും ഞാനും പപ്പേണിന് കഴിക്കാനുള്ളത് റിച്ചാർഡ് റയനും കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അപ്പോൾ ഞാൻ അവിയൽ കുറച്ചധികം കൊടുത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം കൊടുത്ത്. മറ്റുള്ളവരൊന്നും കഴിക്കാത്തതുകൊണ്ട് റോജറിന് വേണമെങ്കിൽ ഒരിത്തിരി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പക്ക് പേരിനൊരിത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഒട്ടും ഇഷ്ടമല്ല, പപ്പക്കൊക്കെ അവിയൽ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ബാക്കി മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ റയൻ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി മീൻകറി രാത്രിയാണ് ഇവർക്ക് കൊടുത്തത്. കാരണം എനിക്കറിയില്ല റയൻ എന്തോരം കഴിക്കും രാത്രിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉച്ചക്ക് കൊടുത്തില്ല. അപ്പോൾ പപ്പനെ വിളിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്കും പപ്പ പോയി വന്ന ക്ഷീണത്തിൽ നടുനീർത്തനോടെ കിടക്കണേ. അപ്പോൾ തണുപ്പായതുകൊണ്ട് റൂബി കുഞ്ഞിന് വിശക്കണ പോലെ തോന്നി. 2 മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കണേ. ചേട്ടൻ ഉണ്ടാക്കിയതല്ലേ പിന്നെ. ഓടി ഓടി കളയണേണ്. പിടിച്ചടാ പിടിച്ചടാ കുഞ്ഞിനെ, കുഞ്ഞിനെ പിടിച്ചടാ. മമ്മി പോണ്, മമ്മി പോണ്. കൊച്ചിന് 2 പുട്ടാപ്പൂട് കൊച്ചിന്. അതെ, ഒരു കളിയായി, മനസ്സിലായ? ഒരു കളിയായി കുഞ്ഞിനത്. അടിയിലേക്ക് ചാടിയൊക്കെ അടി കൂടി പൊന്നമ്മേ അവിടെ മുത്തച്ഛ കൊച്ചറിയടാ. കൊച്ചിനെവിടെ വേദന എടുത്തതാ കരഞ്ഞത്. മതിയടാ മതിയടാ. അവിടെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് കൊടുക്കാം. കിച്ചൺ പൂട്ടി വരട്ടെ. തുണി എടുത്തിട്ട് തുണിയെ വിരിച്ചിട്ട് പോലും ഇല്ല. കാലത്തലക്കിയതാണ്, ഇവിടെ തുടച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ റൂബിക്ക് വിശക്കനുണ്ടെങ്കിൽ പോലും അവൾ ഇങ്ങനെ കിടന്ന് ചാടിത്തുള്ളി ഭക്ഷണം കഴിക്കാൻ നിന്ന് തരില്ല. പക്ഷേ രാത്രി ഇപ്പം അവൾ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിടാനും പറ്റില്ല. രാത്രി ആകുമ്പോഴത്തേക്കും അവൾക്ക് വിശന്നിട്ട് അവൾക്ക് ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റാതെ ആ ബുദ്ധിമുട്ടും എനിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഭക്ഷണം കൊടുത്തിട്ടാണ് അതെ, കൊച്ചിനിങ്ങനെ കല്യാണം ഗസ്റ്റ് മാരേജ് ചെയ്യണതിന് മുമ്പ് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ, കഴിക്കണേന് മുമ്പ് അതെ, അത് പറഞ്ഞ പോലെ റൂബിക്കൊന്ന് പൂത്തൊഴിച്ച് ഒന്ന് ഓടിക്കളി. പൂത്തട്ടം പൂത്തട്ടമൊക്കെ ഒഴിച്ച് കളിക്കണം. എന്നിട്ട് വേണം. ഹോളിയാ. ബ്ലിങ്കിറ്റ് എത്ര മണിക്കാണ് മേടിച്ചത്? ഇപ്പം എത്ര മണിയാടാ? 9:30 ആയിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരത്തെ. നാളെ റോജറിന് എക്സാമിന് പോകാനുള്ളത് കൊണ്ട് രാവിലെ മേടിക്കാൻ പറ്റൂല. ഓ താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ട മോരും വെള്ളം, ബട്ടർ മിൽക്ക്. എവിടെ അത്? എന്ത് സാധനമാണ്?
ഇത് ഡാർക്ക് ഫാന്റസി ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് ഓഫർ ഷേക്ക്. ഉണ്ടായിരുന്നു 2 എണ്ണത്തിന്. ആ 6 രൂപ. ഇനി പാലങ്ങനെ തന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചോ, വേറെ കവറിലല്ലേ. ഓക്കെ, പാല്. ആ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനം എല്ലാം ഫ്രിഡ്ജിൽ വെച്ചോ. 4 എണ്ണോ? ബട്ടർ മിൽക്കും വെച്ചോ. ബട്ടർ മിൽക്ക് 3 തരം ഉണ്ട്. 3 തരം. ഓക്കെ. ടേസ്റ്റ് ചെയ്ത് ആ ഇന്ന് ഞാൻ 2 എണ്ണം കഴിച്ച് കാലത്ത് ഒരു വൈകുന്നേരമായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ശരി, ഞാൻ തുണി വിരിക്കട്ടെ എൻ്റെ ദൈവമേ. അപ്പോൾ രാവിലെ പാല് നീ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ സർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പൈസ കൂടും. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ മേടിച്ച് വെച്ചാൽ കേട്ടോ. റോജറിന് രാവിലെ പാല് കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതേ ഇവരിത് റോജർ അതെടുത്ത് ഒരെണ്ണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെ കാണിച്ചപ്പോൾ ഇവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് ഇവരും എടുത്ത് കഴിക്കണേനുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് എനിക്ക് ചോക്ലേറ്റിൻ്റെ അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള ഡ്രിങ്ക്സ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മോരും വെള്ളം. നമ്മളിപ്പോൾ കുറേ ഒരു 1-2 മാസത്തിന് മുൻപാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ സോൾട്ടിൽ പോയിട്ട് ഒരു മോരും വെള്ളം മേടിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു ആ മോരും വെള്ളത്തിന്. അപ്പോൾ അതങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ റോജർ 1 ലിറ്ററിൻ്റെ ഒരു മോരും വെള്ളം മേടിച്ച് വേറെ ഇപ്പം റിച്ചാർഡ് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ 1 ലിറ്ററിൻ്റെ അത് പക്ഷേ ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്ലേവറിൻ്റെ ആയിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പം റിച്ചാർഡ് കഴിഞ്ഞ ദിവസം സോൾട്ടിൽ കുട മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും മോരും വെള്ളം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞെങ്കിൽ അതവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ റിച്ചാർഡ് എനിക്ക് ഈ ഒരു പാക്കറ്റുകൾ അതും ഈ ചെറിയ ജീരകം അങ്ങനെയൊക്കെ ഇട്ടേക്കുന്ന വേറെ ഫ്ലേവറാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ മേടിച്ചിങ്ങനെ തന്നതാണ് കേട്ടോ. അത് വല്ലപ്പോഴും നമ്മളൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ അത് ഓർമ്മയിൽ വെച്ചിട്ട് അത് എപ്പോഴും മേടിച്ച് തന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് റിച്ചാർഡിനെ. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനത്തിൻ്റെ കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് ഓർക്കുമ്പോൾ മേടിച്ച് തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് മോരും വെള്ളം കുടിക്കണത്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നല്ല പുളിയുള്ള മോരും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതേ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മോര് പിന്നെ 3 ഫ്ലേവറിലുള്ളതുണ്ട്. അത് ഇനി കുടിച്ച് നോക്കണം. ആദ്യമായിട്ടാണ് വേറെ ഫ്ലേവർ. ഞാൻ ചെറിയ ജീരകത്തിൻ്റെ മാത്രമാണ് അത് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളത് ഓരോന്നൊക്കെ കുടിച്ച് അങ്ങനെ റയൻ കുളിക്കാനൊക്കെ പോയി. അപ്പോൾ ഇവിടെ ഞാൻ തുടച്ചിട്ടതായിരുന്നു രാത്രി. ഇപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് തുടച്ചിട്ടായിരുന്നു. പക്ഷേ ഇവർ കുടിച്ചപ്പോഴത്തേക്കും ഇവർ പോലും അറിയാതെ അവിടെ തുള്ളി വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചോക്ലേറ്റിൻ്റെ തുള്ളി പോലെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മധുരമല്ലെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതും ഒന്ന് പതിയെ തുടച്ചങ്ങോട്ട് മാറ്റി. ഇനിയിപ്പോൾ കിച്ചണൊക്കെ പൂട്ടി കിടക്കാൻ വേണേ പപ്പ ചോറൊക്കെ തിന്ന് പപ്പ രക്ഷപ്പെട്ടു ഇവിടെ താഴെ മൊത്തത്തിൽ രാത്രി പാതിരയൊന്നും നോട്ടമില്ലാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അപ്പോൾ പപ്പക്ക് അതൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ പപ്പ വേഗം മുകളിലേക്ക് രക്ഷപ്പെട്ട് ഇതിൽ പെട്ട് കിടക്കണത് ഞാനാണ്. എൻ്റെ അടുത്താണ് ഇവർ രാത്രിയും പാതിരയൊന്നും ഇല്ലാതെ വന്നിരുന്ന് വർത്താനം പറയലും അങ്ങനെയൊക്കെ. ഇപ്പോൾ റയനും കൂടി വന്നേക്കണോണ്ട് റയനും വരും. അപ്പോൾ അങ്ങനെ കിച്ചണൊക്കെ പൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിയൽ ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ചൂടായിട്ട് തന്നെ ഇരിക്കണോണ്ട് നാളെ കാലത്തൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വളരെ കുറച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണം ഏതായാലും ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി തുണി മടക്കാനുണ്ട് കേട്ടോ. തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ റോജർ യാത്രയും പറഞ്ഞ് മുകളിലേക്ക് പോകണമാണ്. റിച്ചാർഡും റയനും അവരുടേതായ ലോകത്തേക്ക് അവിടെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ റയന് പഠിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു കോഴ്സിൽ അങ്ങനെ പഠിക്കാനൊന്നുമില്ല. അവിടെ പ്രാക്ടിക്കൽ കാര്യം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ടിരിക്കുക. റിച്ചാർഡിൻ്റെ കോഴ്സ് പോലെ ആയിട്ടില്ലല്ലോ അവൻ്റെത്. ഇനി സമയമുണ്ട് റയന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇനി വരണുണ്ട്. അപ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്